വെൽക്കം ടു ബിസിനസ് സ്റ്റഡീസ് ക്ലാസ്. ഡിയർ സ്റ്റുഡൻസ്, നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ എന്തൊക്കെയാണ് പഠിച്ചത്? നമ്മൾ ഫോംസ് ഓഫ് ബിസിനസ് ഓർഗനൈസേഷൻസ് ആണ് അല്ലേ? ഏതൊക്കെ ഫോംസ് നമ്മൾ ഇതുവരെ പഠിച്ചു കഴിഞ്ഞു? ഒന്ന് സോൾ പ്രൊപ്രൈറ്റർഷിപ്പ് പഠിച്ചു, പാർട്ട്ണർഷിപ്പ് പഠിച്ചു, കമ്പനി ഫോം പഠിച്ചു അല്ലേ? ജോയിൻറ്റ് ഹിന്ദു ഫാമിലി ബിസിനസ് ഫോം ഓഫ് ഓർഗനൈസേഷൻസ് പഠിച്ചു. നമ്മൾ ഇന്ത്യയിൽ കോമൺ ആയിട്ടും 5 ടൈപ്സ് ഓഫ് ബിസിനസ് ഓർഗനൈസേഷൻസ് ആണ് ഉള്ളത്. അത് ലാസ്റ്റ് നമ്മൾ പഠിക്കാൻ പോകുന്ന ഫോം ഓഫ് ബിസിനസ് ഓർഗനൈസേഷൻ ആണ് കോ ഓപ്പറേറ്റീവ് സൊസൈറ്റി അല്ലെങ്കിൽ കോ ഓപ്പറേറ്റീവ് ഓർഗനൈസേഷൻസ് എന്ന് പറയും. നമ്മൾ കോമൺ ആയിട്ട് നമ്മൾ വളരെ ഫെമിലിയർ ആയിട്ടുള്ള ഒരു ഫോം ഓഫ് ബിസിനസ് ഓർഗനൈസേഷൻ ആണ് കോ ഓപ്പറേറ്റീവ് ബിസിനസ് ഓർഗനൈസേഷൻ. നമുക്ക് എന്താണ് നോക്കുക, കോ ഓപ്പറേറ്റീവ് എന്ന് പറഞ്ഞാൽ എന്താണ്? അതിൻ്റെ സിമ്പിൾ, അതിൻ്റെ വേർഡിൻ്റെ മീനിങ് എന്താണ്? Cooperative means working together or with others for a common purpose. ഒരു കോമൺ ആയിട്ടുള്ള ഒരു പേർപ്പസ് അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യുന്നു? ഒന്നിച്ച് വർക്കിംഗ് ടുഗദർ, ഒന്നിച്ച് ജോലി ചെയ്യുന്നതിന് എന്തിന് കോ ഓപ്പറേറ്റീവ് എന്ന വേർഡ് പറയുന്നത്, വേർഡിൻ്റെ മീനിങ്. അപ്പോൾ കോ ഓപ്പറേറ്റീവ് സൊസൈറ്റി എന്ന് പറഞ്ഞാൽ എന്താണ്? കോ ഓപ്പറേറ്റീവ് സൊസൈറ്റി എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് എ വോളണ്ടറി അസോസിയേഷൻ ഓഫ് എ പീപ്പിൾ വർക്കിംഗ് ടുഗദർ ഫോർ അച്ചീവിങ് ദ കോമൺ ഒബ്ജക്റ്റീവ്സ് or serving their members അല്ലെ വെൽഫെയർ ഓഫ് their members. എന്താണ് മെയിനായിട്ടും എന്താണ് ഈ സ്ഥാപനത്തിൻ്റെ ഈ ഓർഗനൈസേഷൻ്റെ മെയിൻ ഒബ്ജക്റ്റീവ് എന്താണ്? their മെമ്പേഴ്സിനെ സെർവ് ചെയ്യുക, അല്ലെങ്കിൽ ആ സ്ഥാപനത്തിലുള്ള മെമ്പേഴ്സിൻ്റെ വെൽഫെയറിന് വേണ്ടിയിട്ട് ഒരു കൂട്ടം ആൾക്കാർ എന്ത് ചെയ്യുന്നു? ജോയിൻ ചെയ്യുന്നു, ഒരുമിച്ച് വർക്ക് ചെയ്യുന്നു. അത്തരം ഓർഗനൈസേഷൻ നമ്മൾ എന്ത് പറയുന്നു? കോ ഓപ്പറേറ്റീവ് സൊസൈറ്റീസ് എന്ന് പറയുന്നു. ഇറ്റ് ഈസ് എ വോളണ്ടറി അസോസിയേഷൻ ഓഫ് പേഴ്സൺ സ്റ്റാർട്ടഡ് വിത്ത് ഒബ്ജക്റ്റീവ് ഓഫ് സെർവിങ് ദർ മെമ്പേഴ്സ്. അവരുടെ മെമ്പേഴ്സിനെ സെർവ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യുന്നു? അവരെന്ത് ചെയ്യുന്നു? ഒരു ഫോം ഓഫ് ഒരു ഗ്രൂപ്പ് ഓഫ് പേഴ്സൺസ് ഒരുമിച്ച് കൂടുന്നു. അതാണ് കോഓപ്പറേറ്റീവ് സൊസൈറ്റി. മെയിൻലി ഇറ്റ് ഈസ് ഡിസൈൻഡ് ഫോർ ദി എക്കണോമിക് ഗ്രോത്ത് ഓഫ് their മെമ്പേഴ്സ്. എന്താണ്? അവരുടെ മെമ്പേഴ്സിൻ്റെ എക്കണോമിക് ഗ്രോത്ത് എന്ത് ചെയ്യുക? പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് മെയിനായിട്ട് കോഓപ്പറേറ്റീവ് സൊസൈറ്റി ഓർഗനൈസേഷൻസ് ഫോം ചെയ്യുന്നത്. പിന്നെ അതുപോലെ തന്നെ എന്താണ്? ദ ബേസിക് ഫിലോസഫി ഓഫ് എ കോഓപ്പറേറ്റീവ് സൊസൈറ്റി എന്താണ്? അവരുടെ മെയിൻ ഫിലോസഫി ഓരോ സ്ഥാപനത്തിൽ ഉണ്ടാവില്ലേ? എന്താണ്? ഓൾ ഫോർ ഈച്ച് ആൻഡ് ഈച്ച് ഫോർ ഓൾ എന്നാണ്. എന്താണ്? ഈച്ച് ഫോർ ഓൾ. ഇതാണ് മെയിൻ ആയിട്ടുള്ള കോ ഓപ്പറേറ്റീവ് സൊസൈറ്റീൻ്റെ മെയിൻ ആയിട്ടുള്ള ഒരു ഫിലോസഫി അല്ലെ മോട്ടോ എന്ന് പറഞ്ഞാൽ എന്താണ്? ദ ഓൾ ഫോർ ഈച്ച്, ഈച്ച് ഫോർ ഓൾ. ആ വേർഡിൻ്റെ മീനിങ് എന്താണ്? അതിൽ നമുക്ക് അതിൻ്റെ മീനിങ് മനസ്സിലാക്കാം. എന്താണ്? എല്ലാവരും കൂടി ഒരാൾക്ക് വേണ്ടി പ്രവർത്തിക്കുക, അല്ലെങ്കിൽ എല്ലാവരും കൂടി എന്ത് ചെയ്യും? ഒരാൾ എന്ത് ചെയ്യുന്നു? എല്ലാവർക്കും വേണ്ടി പ്രവർത്തിക്കുക. അതാണ് കോ ഓപ്പറേറ്റീവ് സൊസൈറ്റീസിൻ്റെ മെയിൻ ആയിട്ടുള്ള ഫിലോസഫി. നമുക്കിതിൻ്റെ ഫീച്ചേഴ്സ് എന്തൊക്കെയാണെന്ന് പഠിക്കാം. ഫസ്റ്റ് ഫീച്ചർ എന്താണ്? വോളണ്ടറി അസോസിയേഷൻ. വോളണ്ടറി എന്താണ്? ദ മെമ്പർഷിപ്പ് ഓഫ് കോ ഓപ്പറേറ്റീവ് അസോസിയേഷൻ ഈസ് വോളണ്ടറി എന്നാണ്. എന്ന് വെച്ചാൽ ഓപ്പൺ ആണ്, എല്ലാവർക്കും ആർക്ക് വേണമെങ്കിൽ ഇതിൽ മെമ്പർഷിപ്പ് എടുക്കാം. അതിനൊരു കമ്പൽസറി ആയിട്ടുള്ള ഒരു റൂളൊന്നുമില്ല അതിൽ മെമ്പർഷിപ്പ് എടുക്കണമെന്നില്ല. എന്താണ്? എനി പേഴ്സൺ ക്യാൻ ജോയിൻ ടു ദി കോ ഓപ്പറേറ്റീവ് ഓർഗനൈസേഷൻ ആൻഡ് ഓൾസോ എനി ടൈം ഹി ക്യാൻ ലീവ് ദി വോളണ്ടറി കോ ഓപ്പറേറ്റീവ് ഓർഗനൈസേഷൻ. എന്താണ്? ഏതൊരു വ്യക്തിക്ക് എന്താണ്? ഇയാൾക്ക് എപ്പോൾ വേണമെങ്കിൽ ഈ ഓർഗനൈസേഷനിൽ ജോയിൻ ചെയ്യാം, അതുപോലെ എപ്പോൾ വേണമെങ്കിൽ എന്ത് ചെയ്യാം? ഇയാൾക്ക് അതിൽ നിന്ന് ലീവ് ചെയ്യുകയും ചെയ്യാം. അങ്ങനെ പെട്ടെന്ന് ഒരു കമ്പൽസറി ആയിട്ടുള്ള ഒരു ഇതൊന്നുമില്ല. അതാണ് വോളണ്ടറി അസോസിയേഷൻ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ സെക്കൻഡ് ഫീച്ചർ എന്താണ്? കമ്പൽസറി രജിസ്ട്രേഷൻ. എന്താണ്? നമ്മൾ ഈ കോ ഓപ്പറേറ്റീവ് സൊസൈറ്റീസിൻ്റെ രജിസ്ട്രേഷൻ എന്താണ്? കമ്പൽസറി ആണ്. ബട്ട് ഇൻ കേസ് നമ്മൾ സോൾ പ്രൊപ്രൈറ്റർഷിപ്പ് എടുത്ത് നോക്കുകയാണെങ്കിൽ എന്താണ്? അതിൻ്റെ രജിസ്ട്രേഷൻ എന്തായിരുന്നു? നമ്മൾ പഠിച്ചതല്ലേ? ഓപ്ഷനിലാണ് അല്ലേ? പാർട്ട്ണർഷിപ്പിൻ്റെ രജിസ്ട്രേഷനോ ഓപ്ഷനിലാണ്. ബട്ട് കമ്പനീൻ്റെ കേസ് എടുക്കുകയാണെങ്കിൽ ദാറ്റ് മസ്റ്റ് ബി രജിസ്റ്റേർഡ് അണ്ടർ ഇന്ത്യൻ കമ്പനീസ് ആക്ട് 2013 അല്ലേ? 2013 രജിസ്റ്റർ ചെയ്തിരിക്കണം. അതേപോലെ തന്നെ കോ ഓപ്പറേറ്റീവ് സൊസൈറ്റീസിൻ്റെ എന്താണ്? അതും രജിസ്റ്റർ ചെയ്തിരിക്കണം. കോ ഓപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട് 1912 അല്ലേ? അപ്പോൾ എന്താണ്? ഇത് മസ്റ്റ് ബി രജിസ്റ്റേർഡ്, കമ്പൽസറി രജിസ്ട്രേഷൻ ആണ് ഇൻ കേസ് ഓഫ് കോ ഓപ്പറേറ്റീവ് സൊസൈറ്റി. അതാണ് സെക്കൻഡ് ഫീച്ചർ ഓഫ് കോ ഓപ്പറേറ്റീവ് ഓർഗനൈസേഷൻ. നെക്സ്റ്റ് തേർഡ് വൺ എന്താണ്? നമ്പർ ഓഫ് മെമ്പേഴ്സ്. എത്രയാണ്? കോ ഓപ്പറേറ്റീവ് സൊസൈറ്റി ഫോം ചെയ്യണമെങ്കിൽ മിനിമം 10 അഡൾട്ട് മെമ്പേഴ്സ് ഉണ്ടായിരിക്കണം. 10 മെമ്പേഴ്സ് മിനിമം ഉണ്ടായാൽ മാത്രമേ കോ ഓപ്പറേറ്റീവ് സൊസൈറ്റി ഫോം ചെയ്യാൻ പറ്റുള്ളൂ. നമ്മൾ പാർട്ട്ണർഷിപ്പൊക്കെ എന്താണ്? 2 വ്യക്തികൾ മതി. പക്ഷേ കോ ഓപ്പറേറ്റീവ് സൊസൈറ്റീസ് എന്താണ്? മിനിമം
10 members and maximum is no limit, unlimited. എത്ര വേണേൽ മാക്സിമം ആഡ് ചെയ്യാം, പക്ഷേ മിനിമം 10 persons ഉണ്ടെങ്കിൽ മാത്രമേ കോഓപ്പറേറ്റീവ് അസോസിയേഷൻ എന്ത് ചെയ്യുന്നത് ഫോം ചെയ്യാൻ പറ്റുകയുള്ളൂ. നെക്സ്റ്റ് വന്നത് ഫോർത്ത് വൺ എന്താണ്? ലിമിറ്റഡ് ലാബിലിറ്റി. നമ്മളെന്താണ് ലിമിറ്റഡ് ലാബിലിറ്റീസ് ഓഫ് കോഓപ്പറേറ്റീവ് സൊസൈറ്റീസ് ആർ ലിമിറ്റഡ് ടു ദി ക്യാപിറ്റൽ കോൺട്രിബ്യൂട്ടഡ് ബൈ ദം. അവരെത്രയാണോ ക്യാപിറ്റൽ ആ ഓർഗനൈസേഷൻ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ കോൺട്രിബ്യൂട്ട് ചെയ്തത് ആ ക്യാപിറ്റൽ എന്താണ് എക്സ്റ്റെൻഡ് ചെയ്തിരിക്കും ഇവരെ ലാബിലിറ്റി. അതുകൊണ്ടാണ് ലിമിറ്റഡ് ലാബിലിറ്റി എന്ന് പറയുന്നത് കോഓപ്പറേറ്റീവ് സൊസൈറ്റീൻ്റെ. അപ്പോൾ ഇവിടെ മറ്റ് കേസെല്ലാം നമ്മൾ പഠിച്ചു കഴിഞ്ഞാൽ അല്ലേ, മറ്റ് ഫോംസ് ഓഫ് ഓർഗനൈസേഷൻ്റെ ലാബിലിറ്റീസ് ഒക്കെ നമ്മൾ എന്താണ് ഓൾറെഡി ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞാണ്. സോൾ പ്രൊപ്പറേറ്റർഷിപ്പും പാർട്ട്ണർഷിപ്പ് ഒക്കെ അൺലിമിറ്റഡ് ലാബിലിറ്റിയാണ്, പക്ഷെ കമ്പനീൻ്റെ എന്താണ് ലിമിറ്റഡ് ആണ്. അതേപോലെ തന്നെയാണ് കോഓപ്പറേറ്റീവ് സൊസൈറ്റീസും അതിൻ്റെ ലാബിലിറ്റീസ് എന്താണ് ലിമിറ്റഡ് ടു ക്യാപിറ്റൽ കോൺട്രിബ്യൂട്ടഡ് ബൈ ദി മെമ്പേഴ്സ്. നെക്സ്റ്റ് വൺ എന്താണ്? ഫിഫ്ത്ത് വൺ ഓപ്പൺ മെമ്പർഷിപ്പ്. ഈ കോഓപ്പറേറ്റീവ് സൊസൈറ്റിയിൽ മെമ്പർഷിപ്പ് മസ്റ്റ് ബി ഓപ്പൺ ടു ഓൾ പേഴ്സൺ ഇറസ്പെക്റ്റീവ് ഓഫ് ദെയർ കാസ്റ്റ്, ക്രീഡ് ആൻഡ് ജെൻഡർ, എന്താണ് റിലീജിയൻ. അതുപോലെ ഇവരുടെ എന്താണോ ഇവരുടെ കാസ്റ്റോ അതുവരെ ഏത് ജെൻഡർ ടൈപ്പാണോ അങ്ങനെ റെസ്ട്രിക്ഷൻസ് ഒന്നുമില്ല. എല്ലാ വ്യക്തികൾക്കും ഓപ്പൺ ചെയ്തിട്ടുണ്ട് എന്ത് ഈ മെമ്പർഷിപ്പ്, എന്താണ് കോഓപ്പറേറ്റീവ് സൊസൈറ്റിയിലെ മെമ്പർഷിപ്പ്. നെക്സ്റ്റ് സിക്സ്ത് വൺ എന്താണ്? സർവീസ് മോട്ടീവ്. മെയിനായിട്ട് എന്താണ് ഈ കോഓപ്പറേറ്റീവ് സൊസൈറ്റിൻ്റെ മോട്ടീവ് എന്താണ്? സർവീസ്, പ്രൊവൈഡിങ് സർവീസസ് ടു ഇറ്റ്സ് മെമ്പേഴ്സ് അല്ലെങ്കിൽ ദ അതേഴ്സ് പീപ്പിൾ എന്നാണ്. അല്ലാണ്ട് പ്രോഫിറ്റ് ഏൺ ചെയ്യുക എന്നുള്ള ഒരു ഒബ്ജക്റ്റീവ് അല്ല കോഓപ്പറേറ്റീവ് സൊസൈറ്റിന്, സർവീസ് മോട്ടീവാണ്. നെക്സ്റ്റ് സെവൻത്ത് വൺ എന്താണ്? ഫിനാൻസ്. സർവീസ് കോഓപ്പറേറ്റീവ് സൊസൈറ്റിയുടെ എന്താണ് ഫിനാൻസ് റേസ് ചെയ്യുന്നത് എങ്ങനെയാണ്? ബൈ ഇഷ്യൂയിങ് ഷെയർസ് ടു എന്താണ് മെമ്പേഴ്സ്. ഓൾസോ എന്താണ് ലോങ് ടേം ആക്സസിങ് റേസിങ് ലോൺ എന്താണ് ബാങ്കിൽ നിന്ന് ലോങ് ടേം ലോൺ എടുത്തിട്ടോ അല്ലെങ്കിൽ എന്താണ് ഷെയർസ് ഇഷ്യൂ ചെയ്തിട്ടോ ആണ് മെമ്പേഴ്സിന് ഷെയർസ് ഇഷ്യൂ ചെയ്തിട്ടോ ആണ് കോഓപ്പറേറ്റീവ് സൊസൈറ്റീസ് എന്ത് ഫിനാൻസ് റേസ് ചെയ്യുന്നത്. ദിസ് ആർ ദി ഇമ്പോർട്ടൻറ്റ് ഫീച്ചേഴ്സ് ഓഫ് കോഓപ്പറേറ്റീവ് സൊസൈറ്റി. ഒന്ന് സമ്മറൈസ് ചെയ്യുകയാണെങ്കിൽ നമ്മൾ എന്താണ് ഫസ്റ്റ് വൺ എന്താണ്? വോളണ്ടറി അസോസിയേഷൻ ആണ്. ഏതൊരു വ്യക്തിക്ക് എപ്പോൾ വേണമെങ്കിലും ഈ അസോസിയേഷനിൽ ജോയിൻ ചെയ്യാം, എപ്പോൾ വേണമെങ്കിലും എന്ത് ചെയ്യാം ഇയാൾക്ക് ഇതിൽ നിന്ന് ലീവ് ചെയ്യാം, അത്ര റെസ്ട്രിക്ഷൻസ് ഒന്നും ഇല്ല. സെക്കൻഡ് വൺ കമ്പൽസറി രജിസ്ട്രേഷൻ. എന്താണ് കോഓപ്പറേറ്റീവ് സൊസൈറ്റീസ് എന്താണ് മസ്റ്റ് ബി രജിസ്റ്റേർഡ് അണ്ടർ കോഓപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട് 1912 കോഓപ്പറേറ്റീവ് ആക്ടിൽ എന്ത് ചെയ്യണം രജിസ്റ്റർ ചെയ്തിരിക്കണം. അത് കമ്പൽസറി ആയിട്ടുള്ള ഒരു റൂളാണ്. തേർഡ് എന്താണ്? നമ്പർ ഓഫ് മെമ്പേഴ്സ് അല്ലേ, എത്രയാണ്? മിനിമം എന്താണ് ഒരു 10 persons ഉണ്ടായിരിക്കണം. മാക്സിമം അങ്ങനെ ഒരു ലിമിറ്റ് ഒന്നുമില്ല. അൺലിമിറ്റഡ് നമ്പർ ഓഫ് മെമ്പേഴ്സ് ക്യാൻ എന്താണ് ഓക്യുപ്പൈ ഇൻ എ കോഓപ്പറേറ്റീവ് സൊസൈറ്റി. നെക്സ്റ്റ് ഫിഫ്ത്ത് വൺ എന്താണ്? ഓപ്പൺ മെമ്പർഷിപ്പ്. എന്താണ് ഇതിലെ മെമ്പർഷിപ്പ്? ഓപ്പൺ ടു ഓൾ പേഴ്സൺ ഇറസ്പെക്റ്റീവ് ഓഫ് ദെയർ കാസ്റ്റ്, ജെൻഡർ. അതുപോലെ അവരുടെ ഇതൊന്നും ജെൻഡറോ അവരുടെ കാസ്റ്റോ റിലീജിയനോ ഒന്നും നോക്കാതെ എന്ത് ചെയ്യുന്നു അവർക്ക് എന്ത് ചെയ്യുന്നു ഇതിൽ മെമ്പർഷിപ്പ് കൊടുക്കുന്നുണ്ട്. സിക്സ്ത് വൺ എന്താണ്? മെയിനായിട്ട് ഇവരുടെ മോട്ടീവ് എന്താണ്? പ്രോഫിറ്റ് അല്ല, പ്രോഫിറ്റ് ഏൺ ചെയ്യുക എന്നല്ല, പ്രൊവൈഡിങ് സർവീസസ് ആണ് ഇവരുടെ മെയിൻ മോട്ടീവ്. സെവൻത്ത് വൺ എന്താണ്? ഫിനാൻസ്. എങ്ങനെയാണ് കോഓപ്പറേറ്റീവ് സൊസൈറ്റി റേസ് ചെയ്യുന്നത്? ബൈ ഇഷ്യൂയിങ് ഷെയർസ് ടു മെമ്പേഴ്സ് അല്ലെങ്കിൽ ആക്സെപ്റ്റിംഗ് ദി ലോൺ ഫ്രം ബാങ്കിൽ നിന്ന് ലോൺ എടുത്തിട്ടോ അല്ലെങ്കിൽ ഈ മെമ്പേഴ്സിന് ഷെയർ ഇഷ്യൂ ചെയ്തിട്ടോ ആണ് എന്ത് ചെയ്യുന്നത് മെയിനായിട്ടും കോഓപ്പറേറ്റീവ് സൊസൈറ്റീസ് ഫണ്ട് റേസ് ചെയ്യുന്നത്. ദിസ് ആർ ദി ഇമ്പോർട്ടൻറ്റ് ഫീച്ചേഴ്സ്. മെയിൻ ഇതിൻ്റെ ഫിലോസഫി എന്താണ്? ഓൾ ഫോർ ഈച്ച് ആൻഡ് ഈച്ച് ഫോർ ഓൾ എന്നാണ് ഇതിൻ്റെ മെയിൻ എന്ത് ചെയ്യുന്നത് കോഓപ്പറേറ്റീവ് സൊസൈറ്റീൻ്റെ ഫിലോസഫി. നെക്സ്റ്റ് നമ്മൾ എന്താണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്? അഡ്വാൻറ്റേജസ് ഓഫ് കോഓപ്പറേറ്റീവ് സൊസൈറ്റീസ്. നമ്മളിപ്പോൾ എന്ത് ഫീച്ചേഴ്സ് പറഞ്ഞു കഴിഞ്ഞു അല്ലേ, നമ്മൾ എന്ത് ചെയ്യുന്നു ഇനി അഡ്വാൻറ്റേജസ്. ഫസ്റ്റ് വൺ എന്താണ്? ഈസി ഫോർമേഷൻ. നമ്മൾ കോഓപ്പറേറ്റീവ് സൊസൈറ്റീസിൻ്റെ ഫോർമേഷൻ എന്താണ് വളരെ സിമ്പിളാണ്, അതുപോലെ ഈസിയുമാണ്. ഇതിലാകെ എന്താണ് മെയിനായിട്ട് എന്ത് ചെയ്യുന്നത് 10 persons മിനിമം എന്താണ് മിനിമം നമ്പർ ഓഫ് പേഴ്സൺ എന്താണ് ഫോം ചെയ്യാൻ വേണ്ടി കോഓപ്പറേറ്റീവ് സൊസൈറ്റി 10 number ഓഫ് പേഴ്സൺസ് ഉറപ്പായിട്ടും ഉണ്ടായിരിക്കണം. അതുപോലെ തന്നെ എന്താണ് അതിൻ്റെ ലീഗൽ ഫോർമാലിറ്റീസും വളരെ സിമ്പിളാണ്. അത്ര വലിയ കമ്പനിയായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ അത്ര വലിയ കോംപ്ലിക്കേറ്റഡ് വളരെ ഡോക്യുമെൻറ്റ്സ് പ്രിപ്പറേഷൻസോ അത്തരത്തിലുള്ള കോംപ്ലിക്കേറ്റഡ് ആക്ടിവിറ്റീസ് ഒന്നുമില്ല. വളരെ ഈസി ഫോർമേഷനാണ് ഇൻ എ കേസ് ഓഫ് കോഓപ്പറേറ്റീവ് സൊസൈറ്റി. ആൻഡ് സെക്കൻഡ് വൺ ലിമിറ്റഡ് ലാബിലിറ്റി. നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞതാണ് കോഓപ്പറേറ്റീവ് സൊസൈറ്റീസിൻ്റെ എന്താണ് ലാബിലിറ്റി എന്താണ് ലിമിറ്റഡ് ടു ദി എമൗണ്ട് ദേ കോൺട്രിബ്യൂട്ടഡ് ഇൻ ടു
ഓർഗനൈസേഷൻ എന്താണ് കോഓപ്പറേറ്റീവ് സൊസൈറ്റിയിൽ അവർ ക്യാപിറ്റലായിട്ട് എത്രയാണോ അവർ ഇൻവെസ്റ്റ് ചെയ്യുന്നത് ആ എമൗണ്ട് മാത്രമാണ് എന്ത് ചെയ്യുന്നത് ലാബിലിറ്റി ആയിട്ടുള്ളൂ. ദർ പേഴ്സണൽ പ്രോപ്പർട്ടീസ് ഡസ് നോട്ട് അറ്റാച്ച് വിത്ത് ലാബിലിറ്റി ഓഫ് എ കോഓപ്പറേറ്റീവ് സൊസൈറ്റി. കോഓപ്പറേറ്റീവ് സൊസൈറ്റീൻ്റെ ലാബിലിറ്റീസ് എന്താണ് ഈ ഒരു മെമ്പേഴ്സിൻ്റെ പേഴ്സണൽ പ്രോപ്പർട്ടീസ് ഒന്നും ഒരിക്കലും ലാബിലിറ്റി ആയിട്ട് അറ്റാച്ച് ചെയ്യുന്നില്ല. ജസ്റ്റ് എത്രയാണോ എമൗണ്ട് അത് എന്നാണ് അറ്റാച്ച്. അതുകൊണ്ട് തന്നെയാണ് ഇവർക്ക് റിസ്കി ഡിസിഷൻസ് ഒക്കെ എടുക്കാൻ പറ്റും. ബിസിനസ്സിൻ്റെ ഗ്രോത്തും എക്സ്പാൻഷൻസ് ഒക്കെ ഹെൽപ്ഫുള്ളാണ്. പെർഫോമൻസ് എന്താണ് ബെറ്റർ പെർഫോം ചെയ്യാൻ പറ്റുന്നുണ്ട് കമ്പനീൻ്റെ അല്ലെങ്കിൽ ഈ കോഓപ്പറേറ്റീവ് സൊസൈറ്റീൻ്റെ ബിസിനസ് ടൈപ്പിൻ്റെ ഓപ്പറേഷൻസ് ഒക്കെ എന്താണ് ബെറ്റർ എഫിഷ്യൻ്റായിട്ടും നല്ല ബെറ്റർ ആയിട്ടും പെർഫോം ചെയ്യാൻ പറ്റും. അവിടെ എന്താണ് റിസ്ക് എന്ത് ചെയ്യുന്നത് ഇവരെ ഈ ഇൻവെസ്റ്റ് ചെയ്ത എമൗണ്ടിൽ ലിമിറ്റഡ് ആണ്. അല്ലാണ്ട് വേറെ ഇവരെ പേഴ്സണൽ പ്രോപ്പർട്ടീസ് അറ്റാച്ച് ചെയ്യാത്തത് കൊണ്ട് തന്നെ എന്താണ് ഗുഡ് പെർഫോമൻസ് കാഴ്ചവെക്കാൻ പറ്റുന്നുണ്ട്. നെക്സ്റ്റ് വൺ എന്താണ് തേർഡ് വൺ ഡെമോക്രാറ്റിക് മാനേജ്മെൻറ്റ്. ദ ബേസിക് പ്രിൻസിപ്പിൾ ഓഫ് പിന്നെ ഈ കോഓപ്പറേറ്റീവ് സൊസൈറ്റീസ് എന്താണ് വൺ മാൻ വൺ വോട്ട് എന്നാണ്. ഈസ് എ ഡെമോക്രാറ്റിക് മാനേജ്മെൻറ്റിന് ഹെൽപ്ഫുൾ ആകുന്നുണ്ട്. ഈ ഡെമോക്രസി എന്ന് പറഞ്ഞാൽ എന്താണ് ഒരു വ്യക്തിക്ക് അയാളെ സ്റ്റാറ്റസ് ഒന്നും നോക്കാതെ ഒരു വ്യക്തിക്ക് ഒരു വോട്ട് എന്നാണ്. അതുപോലെ തന്നെ കോഓപ്പറേറ്റീവ് സൊസൈറ്റിയിൽ എന്തൊക്കെയാണ് അവർക്ക് എന്താണ് ഒരാൾക്ക് എത്ര പെർസെൻറ്റേജ് ഷെയർ ഉണ്ടോ അല്ലെ എത്ര എമൗണ്ട് ഇൻവെസ്റ്റ് ചെയ്തോ എന്നൊന്നും നോക്കില്ല. ജസ്റ്റ് ഒരാൾക്ക് ഒരു വോട്ട് എന്നുള്ള ഒരു പ്രിൻസിപ്പിളാണ് കോഓപ്പറേറ്റീവ് സൊസൈറ്റി ഫോളോ ചെയ്യുന്നത്. ഇതുകൊണ്ട് തന്നെ ദിസ് വിൽ ഹെൽപ്ഫുൾ ടു ഡെമോക്രാറ്റിക് മാനേജ്മെൻറ്റ്. ഡെമോക്രാറ്റിക് മാനേജ്മെൻറ്റ് എന്ത് ചെയ്യുന്നത് മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. നെക്സ്റ്റ് ഫോർത്ത് വൺ എന്താണ് ദ ഗവൺമെൻറ് അസിസ്റ്റൻസ്. എന്താണ് ദ ഗവൺമെൻറ് പ്രൊവൈഡ് വേരിയസ് ടൈപ്പ് ഓഫ് അസിസ്റ്റൻറ്റ് ടു കോഓപ്പറേറ്റീവ് സൊസൈറ്റി. കോഓപ്പറേറ്റീവ് സൊസൈറ്റി പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടി ഗവൺമെൻറ് പലതരത്തിലുള്ള അസിസ്റ്റൻസ് ലൈക്ക് എന്താണ് റിലീഫ് ഓൺ ടാക്സേഷനിൽ നിന്ന് കുറച്ച് കൊടുക്കുന്നുണ്ട്. ടാക്സ് അധികം എന്ത് ചെയ്യുന്നത് ചുമത്തുന്നില്ല കോഓപ്പറേറ്റീവ് സൊസൈറ്റിക്ക്. അതുപോലെ എന്താണ് ലോ ഇൻട്രസ്റ്റ് റേറ്റ് വളരെ കുറച്ചിട്ട് ലോൺ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ഫിനാൻഷ്യൽ അസിസ്റ്റൻസിന് വേണ്ടിയിട്ട്. എന്താണ് അതുപോലെ തന്നെ പലതരത്തിലുള്ള പല സബ്സിഡീസ് എന്ത് ചെയ്യുന്നുണ്ട് ഗവൺമെൻറ് എന്ത് ചെയ്യുന്നത് കോഓപ്പറേറ്റീവ് സൊസൈറ്റീസിന് കൊടുക്കുന്നുണ്ട്. അതാണ് വൺ ഓഫ് ദി അഡ്വാൻറ്റേജസ് ഓഫ് കോഓപ്പറേറ്റീവ് സൊസൈറ്റി. നെക്സ്റ്റ് വൺ എന്താണ് ഫിഫ്ത്ത് വൺ സോഷ്യൽ ഇമ്പോർട്ടൻസ്. കോഓപ്പറേറ്റീവ് സൊസൈറ്റി എന്തിന് ഓൾസോ ഹെൽപ്ഫുൾ ടു പ്രൊവൈഡിങ് എന്താണ് ഗ്രേറ്റർ എംപ്ലോയ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റി ടു പീപ്പിൾ. ജനങ്ങൾക്ക് വളരെയധികം എംപ്ലോയ്മെൻറ്റ് പുതിയ തരം ജോലികൾ എന്ത് ചെയ്യുന്നു കൊടുക്കുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ എന്ത് ചെയ്യുന്നുണ്ട് ഇതെന്ത് ചെയ്യുന്നു എലിമിനേറ്റിംഗ് ദി വെൽത്ത് കോൺസെൻട്രേഷൻ. എന്താണ് ഇൻ വൺ പേഴ്സൺ എന്ന് വെച്ചാൽ ഒരു വ്യക്തിയിൽ തന്നെ കൂടുതൽ ഒരു രാജ്യത്തിൻ്റെ സമ്പത്ത് മുഴുവൻ ഒരു വ്യക്തിയിൽ തന്നെ കോൺസെൻട്രേറ്റ് ആകുന്നത് എന്ത് ചെയ്യുന്നു അത് അവോയ്ഡ് ചെയ്തിട്ട് എല്ലാ സാധാരണക്കാരും ഈക്വൽ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് എ വെൽത്ത് എന്ത് ചെയ്യുന്നു കൊണ്ടുവരാൻ വേണ്ടി ഹെൽപ്ഫുള്ളാണ് എന്ത് ചെയ്യുന്നത് കോഓപ്പറേറ്റീവ് സൊസൈറ്റി. നെക്സ്റ്റ് സിക്സ്ത് വൺ എന്താണ് സ്റ്റേബിൾ എക്സിസ്റ്റൻസ്. കോഓപ്പറേറ്റീവ് സൊസൈറ്റി എന്താണ് ഒരു സെപ്പറേറ്റ് ലീഗൽ എൻറ്റിറ്റി ആണ് അല്ലേ. ഇത് എന്ത് ചെയ്യുന്നത് കോഓപ്പറേറ്റീവ് സൊസൈറ്റി ആക്ടിൽ രജിസ്റ്റർ ചെയ്യുന്നതുകൊണ്ട് തന്നെ എന്ത് ചെയ്യുന്നത് ഇതൊരു സെപ്പറേറ്റ് ലീഗൽ എക്സിസ്റ്റൻസ് കിട്ടുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇവിടെ ഈ മെമ്പേഴ്സിൻ്റെ ഏതെങ്കിലും ഡെത്തോ ഇൻസോൾവൻസിയോ ഇൻസാനിറ്റിയോ ഒന്നും എന്ത് ചെയ്യുന്നത് ഈ സ്ഥാപനത്തിൻ്റെ ലൈഫിനെ എഫക്റ്റ് ചെയ്യുന്നില്ല. ഇത് കണ്ടിന്യൂ ചെയ്ത് കൊണ്ടുകൊണ്ട് അതുകൊണ്ട് ഇതിനെന്ത് പറയുന്നു സ്റ്റേബിൾ എക്സിസ്റ്റൻസ് എന്ന് പറയുന്നു. ദിസ് ആർ ദി ഇമ്പോർട്ടൻറ്റ് അഡ്വാൻറ്റേജസ് ഓഫ് കോഓപ്പറേറ്റീവ് സൊസൈറ്റി. ഒന്നും കൂടി ഒന്ന് സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ ഈസി ഫോർമേഷനാണ് കോഓപ്പറേറ്റീവ് സൊസൈറ്റീൻ്റെ ഫോർമേഷൻ. എന്താണ് മിനിമം ഒരു 10 persons ഉണ്ടെങ്കിൽ എന്ത് ചെയ്യാം കോഓപ്പറേറ്റീവ് സൊസൈറ്റി നമുക്ക് ഫോം ചെയ്യാം. ലീഗൽ ഫോർമാലിറ്റീസ് ഒക്കെ വളരെ സിമ്പിളാണ്. നെക്സ്റ്റ് സെക്കൻഡ് വൺ എന്താണ് ലാബിലിറ്റി. ലിമിറ്റഡ് ലാബിലിറ്റിയാണ്. ലാബിലിറ്റീസ് ഓഫ് കോഓപ്പറേറ്റീവ് സൊസൈറ്റി ലിമിറ്റ് ടു ദി എമൗണ്ട് ഇൻവെസ്റ്റഡ് ബൈ ദം. അവർ എത്ര എമൗണ്ട് ആണോ ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്നത് അതിൽ ലിമിറ്റഡ് ആണ്. അതുകൊണ്ടാണ് ലിമിറ്റഡ് ലാബിലിറ്റി എന്ന് പറയുന്നത്. നെക്സ്റ്റ് തേർഡ് വൺ എന്താണ് ഡെമോക്രാറ്റിക് മാനേജ്മെൻ്റ് ആണ് എന്ത് ചെയ്യുന്നത് കോഓപ്പറേറ്റീവ് സൊസൈറ്റിയിൽ ഉള്ളത്. എന്തുകൊണ്ടാണ് വൺ മാൻ വൺ വോട്ട്. എന്താണ് ഒരാൾ എത്ര ഷെയർ എടുത്തോ എന്നൊന്നും നോക്കില്ല. ഒരാൾക്ക് ഒരു വ്യക്തിക്ക് ഒരു വോട്ട് മാത്രമേ ഉള്ളൂ. നെക്സ്റ്റ് ഫോർത്ത് വൺ ഗവൺമെൻറ് പ്രൊവൈഡ് വേരിയസ് ടൈപ്പ് ഓഫ് അസിസ്റ്റൻസ് ലൈക്ക് സബ്സിഡീസ് ലോ ഇൻട്രസ്റ്റ് റേറ്റ് ലോൺ ആൻഡ് ടാക്സ് റിലീഫ്. അത്തരത്തിലുള്ള പലതരം അസിസ്റ്റൻസ് എന്ത് ചെയ്യുന്നുണ്ട് കോഓപ്പറേറ്റീവ് സൊസൈറ്റി ടൈപ്പ് ഓഫ് ഓർഗനൈസേഷൻസ് ഗവൺമെൻറ് പ്രൊവൈഡ് ചെയ്യുന്നു. അത് അനദർ അഡ്വാൻറ്റേജസ്. നെക്സ്റ്റ് ഫിഫ്ത്ത് വൺ എന്താണ് സോഷ്യൽ ഇമ്പോർട്ടൻസ്. കോഓപ്പറേറ്റീവ് സൊസൈറ്റി എന്താണ് എലിമിനേറ്റിംഗ് ദി എക്കണോമിക് കോൺസെൻട്രേഷൻ. അതുപോലെ തന്നെ പ്രൊവൈഡിങ് വേരിയസ് ടൈപ്പ് ഓഫ് ജോബ് അല്ലെങ്കിൽ എംപ്ലോയ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റി ടു ദി പീപ്പിൾ. നെക്സ്റ്റ് എന്താണ് സിക്സ്ത് വൺ എന്താണ് ഇത് ഒരു സെപ്പറേറ്റ് ലീഗൽ എൻറ്റിറ്റി ആയിട്ട് കൺസിഡർ ചെയ്യുന്നതുകൊണ്ട് ഇതിന് സ്റ്റേബിൾ എക്സിസ്റ്റൻസ് ഉണ്ട്. എന്താണ് ദ എംപ്ലോയീസ് ഈ മെമ്പേഴ്സിൻ്റെ ഇതൊന്നും അവരുടെ ഡെത്തോ ഇതൊന്നും ഇതിൻ്റെ ഈ കോഓപ്പറേറ്റീവ് സൊസൈറ്റിൻ്റെ ലൈഫിനെ എഫക്റ്റ് ചെയ്യുന്നില്ല. നമ്മൾ കോഓപ്പറേറ്റീവ് സൊസൈറ്റീസിൻ്റെ ഫീച്ചേഴ്സ് പറഞ്ഞു, അഡ്വാൻറ്റേജസ് പറഞ്ഞു. നമുക്ക് അതിന് എന്തൊക്കെ ഡീമെറിറ്റ്സ് ഉണ്ട് ഡിസഡ്വാൻറ്റേജസ് ഉണ്ടെന്ന് നോക്കാം അല്ലേ. ഫസ്റ്റ് വൺ എന്താണ്
അൺസ്യൂട്ടബിൾ ഫോർ ലാർജ് ബിസിനസ്. ലാർജ് ടൈപ്പ് ഓഫ് ബിസിനസ് ഓർഗനൈസേഷന് ഇത് സ്യൂട്ടബിൾ അല്ല എന്നാണ് പറയുന്നത്. എന്തുകൊണ്ടാണ്? ലാർജ് ടൈപ്പ് ഓഫ് ബിസിനസ് ഓർഗനൈസേഷൻ എന്ത് ചെയ്യുന്നു? ലാർജ് എമൗണ്ട് ഓഫ് ഫണ്ട് ഇൻവെസ്റ്റ് ചെയ്യണം അല്ലേ, ഒരുപാട് ക്രോർസ് ഒക്കെ വേണ്ടി വരും. പക്ഷെ നമ്മൾ ഈ കോഓപ്പറേറ്റീവ് സൊസൈറ്റീസ് എന്താണ്, അവരുടെ മെമ്പേഴ്സിൻ്റെ കയ്യിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഫണ്ട് റേസ് ചെയ്യുന്നത്. അപ്പോൾ അത്ര വലിയ ഫണ്ടൊന്നും നമുക്ക് ഒരിക്കലും കോഓപ്പറേറ്റീവ് സൊസൈറ്റിയിൽ നിന്ന് ഫോം ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് ഈ കോഓപ്പറേറ്റീവ് ടൈപ്പ് ഓഫ് ഓർഗനൈസേഷൻസ് എന്താണ്, ലാർജ് ടൈപ്സ് ഓഫ് ഓർഗനൈസേഷന് സ്യൂട്ടബിൾ അല്ല ഇത്തരത്തിലുള്ള ഈ കോഓപ്പറേറ്റീവ് സൊസൈറ്റി. ഇപ്പോൾ ലാർജ് ഫണ്ടുമാണ് ഏറ്റവും ബെസ്റ്റ് എന്താണ്, കമ്പനി ഫോം ഓഫ് ബിസിനസ് ഓർഗനൈസേഷൻസ് ആണ് അല്ലേ. അതിൽ നമുക്ക് എന്ത് ചെയ്യാം, എത്ര വേണേലും ഷെയർസ് ഇഷ്യൂ ചെയ്തിട്ട് ഫണ്ട് റേസ് ചെയ്യാം. ഇവിടെ എന്താണ്, ലിമിറ്റഡ് ഒരു അത്രേ നമുക്ക് എന്ത് ചെയ്യും, ഫണ്ട് റേസ് ചെയ്യാൻ പറ്റുള്ളൂ കോഓപ്പറേറ്റീവ് സൊസൈറ്റിയിൽ. അപ്പോൾ ഇറ്റ് ഈസ് നോട്ട് സ്യൂട്ടബിൾ ഫോർ ലാർജ് സൈസ് ഓഫ് ബിസിനസ് ഓർഗനൈസേഷൻ. നെക്സ്റ്റ് സെക്കൻഡ് വൺ എന്താണ്, ഇൻഎഫിഷ്യൻറ്റ് മാനേജ്മെൻറ്റ്. നമ്മുടെ ഈ കോഓപ്പറേറ്റീവ് സൊസൈറ്റി മാനേജ് ചെയ്യുന്നത് ആരാണ്? ദ എലക്റ്റഡ് മെമ്പേഴ്സ് എന്നാണ്. ഈ ഒരുപാട് മെമ്പേഴ്സിൽ നിന്ന് എന്ത് ചെയ്യുന്നു, കുറച്ച് വ്യക്തികളെ നമ്മൾ എന്ത് ചെയ്യും, സെലക്ട് ചെയ്യും. അവരാണ് ഈ കോഓപ്പറേറ്റീവ് സൊസൈറ്റി മാനേജ് ചെയ്യുന്നത്. അപ്പോൾ അവർ അത്രത്തോളം കോമ്പീറ്റൻറ്റും എക്സ്പേർട്ടും അല്ല എക്സ്പീരിയൻസ്ഡ് ആണ് വ്യക്തിയാണെന്നില്ല. അതുകൊണ്ട് തന്നെ അവിടെ മാനേജ്മെൻറ്റ് എന്താണ്, ഇൻഎഫിഷ്യൻറ്റ് മാനേജ്മെൻ്റ് ആയിരിക്കും. അവരെ നമുക്ക് ഹൈ സാലറി പേ ചെയ്തിട്ട് പ്രൊഫഷണൽസിനെ അപ്പോയിൻറ്റ് ചെയ്യാനുള്ള കപ്പാസിറ്റി ഒന്നും കോഓപ്പറേറ്റീവ് സൊസൈറ്റിക്ക് ഉണ്ടാവില്ല. അപ്പോൾ സെക്കൻഡ് ഡിസഡ്വാൻറ്റേജ് എന്താണ്, ഇൻഎഫിഷ്യൻറ്റ് മാനേജ്മെൻറ്റ്. ആൻഡ് തേർഡ് വൺ ഈസ് എക്സസീവ് സ്റ്റേറ്റ് കൺട്രോൾ. എന്താണ് ഇവിടെ എന്ത് ചെയ്യുന്നത്, ഈ ഗവൺമെൻറ്റിന് എന്ത് ചെയ്യുന്നത്, ഗവൺമെൻറ്റിൻ്റെ പലതരം കൺട്രോൾസും ഈ റെഗുലേഷൻസ് ഒക്കെ ഉണ്ട്, റെസ്ട്രിക്ഷൻസ് ഒക്കെ ഉള്ളതുകൊണ്ട് തന്നെ ഈ സ്ഥാപനത്തിന് നിന്ന് പുതിയ തരം ഇനീഷ്യേറ്റീവ്സ് എടുക്കാനോ ഈ സ്ഥാപനത്തിൻ്റെ ഒരു ഫ്ലെക്സിബിലിറ്റി ഒന്ന് അഡോപ്റ്റ് ചെയ്യാൻ പെട്ടെന്ന് ചേഞ്ച് ഉണ്ട്, അതിനനുസരിച്ച് സ്ഥാപനത്തിൻ്റെ ഇത് മാറ്റം വരുത്താനൊന്നും പറ്റില്ല. അവിടെ എക്സസീവ് കൺട്രോൾ, സ്റ്റേറ്റിൻ്റെ കൺട്രോൾ ഉണ്ട് കോഓപ്പറേറ്റീവ് ടൈപ്പ് ഓഫ് ഓർഗനൈസേഷൻസ്. നെക്സ്റ്റ് ഫോർത്ത് വൺ എന്താണ്, ലാക്ക് ഓഫ് സീക്രസി. കോഓപ്പറേറ്റീവ് സൊസൈറ്റി എന്നാണ് അവരുടെ എല്ലാ ഇൻഫർമേഷൻസും എന്ത് ചെയ്യണം, എല്ലാ സ്ഥാപനത്തിൻ്റെ ഡീറ്റെയിൽസും അതിൻ്റെ ആക്ടിവിറ്റീസും എത്ര പ്രോഫിറ്റ് ഉണ്ടാക്കി, എന്തൊക്കെയാണ് അതിൻ്റെ ഒബ്ജക്റ്റീവ്സ്, അതിൻ്റെ ഇമ്പോർട്ടൻ്റ് അഫയേഴ്സ് ഒക്കെ എന്താണ് ഈ മീറ്റിങ്ങിൽ എന്ത് ചെയ്യണം, ഉറപ്പായിട്ടും ഡിസ്ക്ലോസ് ചെയ്യണം. മീറ്റിങ്ങിലെല്ലാം ഡിസ്കസ് ചെയ്ത് എല്ലാ മെമ്പേഴ്സായിട്ട് നമ്മൾ തീരുമാനം എടുത്തിരിക്കണം. അതിനനുസരിച്ച് നമ്മൾ തീരുമാനങ്ങൾ എടുക്കുക. അപ്പോൾ എന്താണ് അവിടെ എന്ത് ചെയ്യുന്നത്, സീക്രസി മെയിൻറ്റെയിൻ ചെയ്യാൻ ഒരിക്കലും കോഓപ്പറേറ്റീവ് ടൈപ്സ് ഓഫ് ഓർഗനൈസേഷന് പോസിബിൾ അല്ല. അതാണ് എന്ത്, ലാക്ക് ഓഫ് സീക്രസി, ഫോർത്ത് ഡിസ്അഡ്വാൻറ്റേജസ്. നെക്സ്റ്റ് ഫിഫ്ത്ത് വൺ എന്ത്, ആബ്സെൻസ് ഓഫ് മോട്ടിവേഷൻ. എന്താണ് ഇവിടെ ഈ കോഓപ്പറേറ്റീവ് ടൈപ്സ് ഓഫ് ഓർഗനൈസേഷൻസ് എന്താണ്, ദർ ഈസ് നോ ഡയറക്റ്റ് റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ എഫേർട്സ് ആൻഡ് എന്ത് റിവാർഡ്. ഒരാൾ എത്രത്തോളം എഫേർട്സ് കൂടുതൽ എടുക്കുമ്പോൾ അതിനനുസരിച്ച് റിവാർഡ് കൊടുക്കുകയൊന്നുമില്ല. എല്ലാവർക്കും ഒരേ റിവാർഡാണ്. ഇപ്പോൾ ഒരാൾ കൂടുതലായിട്ട് ഈ സ്ഥാപനത്തിന് വേണ്ടി വർക്ക് ചെയ്യുമ്പോൾ കൂടുതൽ റിവാർഡൊന്നും കൊടുക്കുന്നില്ല. അതുകൊണ്ട് ദർ ഇസ് ലാക്ക് ഓഫ് മോട്ടിവേഷൻ. അവിടെയുള്ള മെമ്പേഴ്സ് എന്ത് ചെയ്യുന്നു, അവരുടെ മാക്സിമം എഫേർട്ട് എന്ത് ചെയ്യുന്നത് പുറത്തെടുക്കാനുള്ള ചാൻസ് വളരെ കുറവാണ്. അവർക്ക് എന്ത് റിവാർഡും ഒരു മോട്ടിവേഷൻ കിട്ടുന്നില്ലല്ലോ. നമുക്ക് എന്താണ് മോട്ടിവേഷൻ, മോണിറ്ററി എന്നൊക്കെ ഒരു ബെനിഫിറ്റ് ഉണ്ടെന്ന് പറയുമ്പോൾ നമ്മൾ കൂടുതൽ വർക്ക് ചെയ്യും അല്ലേ. ഇപ്പോൾ എക്സ്ട്രാ വർക്കിംഗ് അവർ എടുത്തു കഴിഞ്ഞാൽ അവർക്ക് ഓവർ ടൈം എന്ത് പേ ചെയ്യും, അങ്ങനെയൊന്നും ഇല്ല, കൂടുതൽ പൈസ കൊടുക്കും എത്ര മണിക്കൂർ വർക്ക് ചെയ്യുന്നത് വെച്ചാൽ. അത്തരത്തിലുള്ള ഒരു ഇതൊന്നും കോഓപ്പറേറ്റീവ് ടൈപ്പ് ഓഫ് ഓർഗനൈസേഷൻ ഇല്ല. അപ്പോൾ ദർ ഇസ് എ ആബ്സെൻസ് ഓഫ് മോട്ടിവേഷൻ. നെക്സ്റ്റ് വൺ എന്താണ്, നെക്സ്റ്റ് വൺ നോൺ ട്രാൻസ്ഫറബിലിറ്റി ഓഫ് ഷെയർസ്. കോഓപ്പറേറ്റീവ് ഓർഗനൈസേഷനിൽ എന്താണ്, ദർ ഇസ് റെസ്ട്രിക്ഷൻ ഫോർ ട്രാൻസ്ഫറിങ് ഷെയർസ്. അവിടെ ഷെയർസ്, ഒരു വ്യക്തിയുടെ ഷെയർസ് വേറൊരു വ്യക്തിക്ക് ട്രാൻസ്ഫർ ചെയ്യാൻ ഒരിക്കലും പോസിബിൾ അല്ല. അവിടെ അങ്ങനെ സമ്മതിക്കുന്നില്ല കോഓപ്പറേറ്റീവ്. ഇപ്പോൾ ഒരാൾക്ക് എന്ത് ചെയ്യും, ഈ സൊസൈറ്റിയിൽ നിന്ന് ക്വിറ്റ് ചെയ്യണം, ഇയാൾക്ക് ഇതിൽ നിന്ന് പുറത്ത് കിടക്കണം എന്ന് തോന്നുകയാണെങ്കിൽ ഇയാൾ എന്ത് ചെയ്യണം, ഇയാളെ ഷെയർ ആ സൊസൈറ്റിക്ക് സറണ്ടർ ചെയ്തിട്ട് ഇയാൾ മണി എന്ത് ചെയ്യുക, ബാക്കപ്പ് ചെയ്യാൻ, ഇയാൾ മണി ഇയാൾക്ക് തിരിച്ചു വാങ്ങുക. അല്ലാണ്ട് ഷെയർ ട്രാൻസ്ഫർ ചെയ്യാൻ കോഓപ്പറേറ്റീവ് സൊസൈറ്റിയിൽ പോസിബിൾ അല്ല. ദിസ് ആർ ദി ഇമ്പോർട്ടൻറ്റ് ഡിസ്അഡ്വാൻറ്റേജസ് ഓഫ് കോഓപ്പറേറ്റീവ് സൊസൈറ്റി. ഒന്ന് സമ്മറൈസ് ചെയ്യുകയാണെങ്കിൽ ഫസ്റ്റ് വൺ എന്താണ്, ഇറ്റ് ഈസ് അൺസ്യൂട്ടബിൾ ഫോർ ലാർജ് ബിസിനസ് ഓർഗനൈസേഷൻ. എന്താണ്, ലാർജ് ടൈപ്പ് ഓഫ് ബിസിനസ് ഓർഗനൈസേഷന് സ്യൂട്ടബിൾ ആയിട്ടുള്ള ഒരു ടൈപ്പ് ഓഫ് ഫോം ഓഫ് ഓർഗനൈസേഷൻസ് അല്ല എന്ത്, കോഓപ്പറേറ്റീവ് സൊസൈറ്റി. ലാർജ് ഫണ്ട് വേണം, അത്ര ലാർജ് വലിയൊരു എമൗണ്ട് ഫണ്ടൊന്നും കോഓപ്പറേറ്റീവ് സൊസൈറ്റി കൂടി നമുക്ക് റേസ് ചെയ്യാൻ പറ്റില്ല. നെക്സ്റ്റ് സെക്കൻഡ് വൺ എന്താണ്, ഇൻഎഫിഷ്യൻറ്റ് മാനേജ്മെൻറ്റ്. എന്താണ്, കോഓപ്പറേറ്റീവ് സൊസൈറ്റി മാനേജ് ചെയ്യുന്നത് ആരാണ്, എലക്റ്റീവ് മെമ്പേഴ്സാണ്. സെലക്ട് ചെയ്ത മെമ്പേഴ്സ്, കുറേ ഈ മെമ്പേഴ്സിൽ നിന്ന് സെലക്ട് ചെയ്ത്. അപ്പോൾ ഈ മെമ്പേഴ്സൊന്നും അത്ര എക്സ്പേർട്ടും അത്ര എക്സ്പീരിയൻസ്ഡും കോമ്പറ്റൻറ്റും ആയിട്ടുള്ള ആളൊന്നും ആയിരിക്കില്ല, ജസ്റ്റ് സാധാരണ നോർമൽ പേഴ്സൺ ആയിരിക്കും. അപ്പോൾ അതെന്താണ്, അവിടെ എന്താണ്, ഇൻഎഫിഷ്യൻറ്റ് മാനേജ്മെൻ്റ് ആണ്. നല്ല ഹൈ സാലറി ഒക്കെ കൊടുത്ത് എഫിഷ്യൻ്റ് ആയിട്ടുള്ള വർക്കേഴ്സിനെ അപ്പോയിൻറ്റ് ചെയ്യാൻ മാത്രമുള്ള ഒരു അഫോർഡബിൾ അല്ല ഈ കോഓപ്പറേറ്റീവ് സൊസൈറ്റി. സെക്കൻഡ് വൺ എന്താണ്, ഇൻഎഫിഷ്യൻറ്റ് മാനേജ്മെൻറ്റ് ഇൻ കോഓപ്പറേറ്റീവ് സൊസൈറ്റി. തേർഡ് വൺ എക്സസീവ് സ്റ്റേറ്റ് റെഗുലേഷൻ. എന്താണ്, സ്റ്റേറ്റ് വളരെ പലതരത്തിലുള്ള റെസ്ട്രിക്ഷൻസും റെഗുലേഷൻസും ഒക്കെ എന്ത് ചെയ്യുന്നുണ്ട്, കോഓപ്പറേറ്റീവ് സൊസൈറ്റിന്
ഇതിൻ്റെ മുകളിൽ ചുമത്തുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇവർക്ക് പുതുതായിട്ടൊരു ഇനീഷ്യേറ്റീവ് എടുക്കാനോ അല്ലെങ്കിൽ ഫ്ലെക്സിബിലിറ്റി അഡോപ്റ്റ് ചെയ്യുന്ന ഒരു ചേഞ്ച് ഉണ്ടാവും, അത് അഡോപ്റ്റ് ചെയ്യാനോ എന്ത് ചെയ്യുന്ന റെസ്ട്രിക്ഷൻസ് ഉണ്ടാകുന്നു. നെക്സ്റ്റ് വൺ എന്താണ്? ലാക്ക് ഓഫ് സീക്രസി. എന്താണ് ഒരു കോഓപ്പറേറ്റീവ് സൊസൈറ്റി എന്താണ് അതിൻ്റെ ഇമ്പോർട്ടൻറ്റ് ഇൻഫർമേഷൻസും അതിൻ്റെ അഫയേഴ്സും കാര്യങ്ങളൊക്കെ മീറ്റിങ്ങിൽ എന്ത് ചെയ്തിരിക്കും? മസ്റ്റ് ഡിസ്ക്ലോസ് ഇൻ മീറ്റിംഗ് എന്നാണ്. അവരുടെ മീറ്റിങ്ങിൽ അവർ ഉറപ്പായി എല്ലാം എന്ത് ചെയ്യുന്നത്? പബ്ലിഷ് ചെയ്തിരിക്കണം. അതുകൊണ്ട് എന്തെന്ന് സീക്രസി, ഒരു കോൺഫിഡൻഷ്യാലിറ്റി ഒരു ഇൻഫർമേഷൻസിൽ ഒന്നും മെയിൻറ്റെയിൻ ചെയ്യുക കോഓപ്പറേറ്റീവ് സൊസൈറ്റിയിൽ പോസിബിൾ അല്ല. നെക്സ്റ്റ് ഫിഫ്ത്ത് വൺ ആബ്സെൻസ് ഓഫ് മോട്ടിവേഷൻ. എന്താണ് അവിടെ? റിവാർഡും എഫേർട്ടും തമ്മിലൊരു കണക്ഷൻ ഇല്ല. എത്ര മാക്സിമം എഫേർട്ട് എടുത്തു കഴിഞ്ഞാൽ അതിനനുസരിച്ച് റിവാർഡൊന്നും കൊടുക്കുന്നില്ല. എല്ലാ വ്യക്തികൾക്കും ഒരേ റിവാർഡ് കൊടുക്കുന്നതില്ല മെമ്പേഴ്സിന് അല്ലേ. അതുകൊണ്ട് തന്നെ ദർ ഇസ് നോ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ റിവാർഡ് ആൻഡ് എഫേർട്ട് എന്ന് വെച്ചാൽ ദ ആബ്സെൻസ് ഓഫ് മോട്ടിവേഷൻ ഉണ്ട് കോഓപ്പറേറ്റീവ് ഓർഗനൈസേഷനിൽ. നെക്സ്റ്റ് സിക്സ്ത് വൺ നോൺ ട്രാൻസ്ഫറബിലിറ്റി ഓഫ് ഷെയർസ്. ഇവിടെ ഷെയർസ് ഒരിക്കലും ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റില്ല കോഓപ്പറേറ്റീവ് ഓർഗനൈസേഷനിൽ. ജസ്റ്റ് ഇയാൾക്ക് സറണ്ടർ ചെയ്യുക, ആ സൊസൈറ്റിയിൽ നിന്ന് എക്സിറ്റ് ചെയ്യണമെങ്കിൽ എന്ത് ചെയ്യുക? അവിടെ സറണ്ടർ ചെയ്തിട്ട് ഇയാളെ പണം എന്ത് ചെയ്യാൻ ബാക്ക് തിരിച്ച് വാങ്ങാൻ പറ്റും. അല്ലാണ്ട് ട്രാൻസ്ഫർ ചെയ്യാൻ കോഓപ്പറേറ്റീവ് ഓർഗനൈസേഷനിൽ പോസിബിൾ അല്ല. In a simple words, cooperative society means association of persons formed for the purpose of serving their members or economic growth of their members. അവരുടെ മെമ്പേഴ്സിൻ്റെ വെൽഫെയറിന് വേണ്ടി അല്ലെങ്കിൽ ഓരോ ഇൻട്രസ്റ്റ് പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു അസോസിയേഷൻ ഓഫ് പേഴ്സൺസ് ഫോം ചെയ്യുന്ന ഒരു ഓർഗനൈസേഷനാണ് കോഓപ്പറേറ്റീവ് സൊസൈറ്റി എന്ന് പറയുന്നത്. ഇതിലെന്താണ്? ഇറ്റ് മസ്റ്റ് ബി രജിസ്റ്റേർഡ് അണ്ടർ ഇന്ത്യൻ കോഓപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട്. ഇന്ത്യൻ കോഓപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ടിൽ ഇത് ഉറപ്പായിട്ടും രജിസ്റ്റർ ചെയ്തിരിക്കണം. എങ്കിൽ മാത്രമേ ഇതിന് രജിസ്ട്രേഷൻ എന്താണ്? കമ്പൽസറിയാണ്. സോ വി ആർ ഓൾറെഡി ഡിസ്കസ്ഡ് ദ ഫീച്ചേഴ്സ് ആൻഡ് അഡ്വാൻറ്റേജസ് ആൻഡ് ഡിസഡ്വാൻറ്റേജസ് ഓഫ് കോഓപ്പറേറ്റീവ് സൊസൈറ്റി. എന്നാണ് നിങ്ങൾക്ക് എല്ലാവർക്കും ഇന്നത്തെ ക്ലാസ് മനസ്സിലായിട്ടുണ്ടാകുമെന്ന് ഞാൻ വിചാരിക്കുന്നു. തൽക്കാലത്തേക്ക് ഞാൻ നിർത്തുന്നു. താങ്ക് യു ഫോർ ഓൾ.